സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം നോമ്പുകാല ചിന്തകളിൽ പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യം 26. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:26 ഒരു നിർബന്ധിത ക്രൂശ് ചുമപ്പിക്കൽ ആണ് നാം കാണുന്നത്. ഒരു നിർബന്ധിത ക്രൂശ് ചുമപ്പിക്കൽ. ഇത് ശീമോൻ സ്വന്തമായി ആഗ്രഹിച്ചിട്ട് യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്നതല്ല. അവൻ യാദൃച്ഛികമായി അന്നുപോൽക്കാലം തൻ്റെ വയലിൽ കൃഷിയോടുള്ള ബന്ധത്തിൽ അധ്വാനിച്ചിട്ട് മടങ്ങി ഭവനത്തിലേക്ക് പോകുന്ന വഴിയാകാം ക്രൂശിൻ്റെ വഴിയിൽ എത്തിപ്പെട്ടത്, അഥവാ ക്രൂശ് ചുമന്നുകൊണ്ടുപോകുന്ന യേശുവിൻ്റെ മുന്നിൽ എത്തപ്പെട്ടത്. ആ സമയം യേശുവിനെ ക്രൂശിലേറ്റുവാൻ കൊണ്ടുപോകുന്നവർ ശീമോനെ നിർബന്ധിക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കിയെന്നാണ് നാം കാണുന്നത്. എന്തിനാണ് യേശു ചുമന്നുകൊണ്ടുപോയ ആ ക്രൂശിനെ ശീമോനെ കൊണ്ട് ചുമക്കുമാറാക്കിയത്? ഉത്തരം, യേശുവിൻ്റെ ശത്രുക്കൾ വഴിയിൽ വച്ച് തന്നെ യേശു മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകയാണ്. കാരണം യേശു ചമ്മട്ടിയടിയേറ്റ് വളരെയധികം രക്തം വാർന്ന് വളരെ ഭാരമുള്ള ക്രൂശ് ചുമന്നുകൊണ്ടു പോവുകയാണ്. യേശുവിൻ്റെ മുഖഭാവം അഥവാ അവസ്ഥ കണ്ട ശത്രുക്കൾ ലക്ഷ്യസ്ഥാനം വരെ യേശു ഈ ക്രൂശും കൊണ്ട് എത്തുകയില്ല എന്ന് മനസ്സിലാക്കിയ സമയമാണ് വയലിൽ നിന്നും കുറേനക്കാരനായ ശീമോൻ വരുന്നത് കാണുന്നത്. ഉടനെ അവനെ നിർബന്ധിച്ച് യേശുവിൻ്റെ ക്രൂശ് അവൻ്റെ ചുമലിൽ വച്ച് ചുമക്കുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിക്കുകയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ പരിത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. നാം ഓരോരുത്തരും ക്രിസ്തു നിമിത്തം അഥവാ യേശുവിൻ്റെ നാമനിമിത്തം, സുവിശേഷ നിമിത്തം കർത്താവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നത് നിമിത്തം ഒരുപക്ഷെ
ക്രൂശിൻ്റെ അനുഭവങ്ങൾ നമുക്കുമുണ്ടാകാം. എന്നാൽ ഇവിടെ ശീമോൻ ചുമന്നതുപോലെ നിർബന്ധിതമായിട്ടല്ല അത് ചുമക്കേണ്ടത്. ഇവിടെ ശത്രുക്കൾ യേശു വഴിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ട് യേശുവിൻ്റെ ക്രൂശ് ശീമോനെ കൊണ്ടേ ചുമപ്പിക്കുകയാണ്. നാം ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴുണ്ടാകുന്ന ക്രൂശിൻ്റെ അനുഭവങ്ങൾ ഇത് നിർബന്ധത്താൽ ചെയ്യേണ്ട ഒന്നല്ല. പ്രത്യുത കർത്താവിനോടുള്ള സ്നേഹവും കടപ്പാടും അവൻ നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ ഓർത്ത് ത്യാഗത്തോടെ ചെയ്യേണ്ടതാണ്. ആമേൻ, ആമേൻ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും.